അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ വേദിയിലും സദസ്സിലുമുള്ള ഇസ്ലാഹി പണ്ഡിതന്മാര്, സംഘടനാ നേതാക്കന്മാര്, പ്രിയപ്പെട്ട രക്ഷിതാക്കള്, സഹോദരി സഹോദരന്മാര്, ഇവിടെയുള്ള സംസാരങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമുന്നതമായ ഒരു ദൗത്യവും അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ അന്തസ്സിനും അതിൻ്റെ ആധികാരികതക്കും കോട്ടം വരുത്തുന്ന രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മേൽവിലാസത്തിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ കൂട്ടായ്മകൾ വിശുദ്ധ ഖുർആനിനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും വിശദീകരിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വളരെ നസീഹത്തോടു കൂടി വിശദീകരിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടുവള്ളിയിൽ ഇങ്ങനെ ഒരു ആദർശ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും ഗൗരവത്തിൽ നോക്കിക്കാണാറുള്ള, കൈകാര്യം ചെയ്യാറുള്ള വിഷയം അത് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വിഷയം തന്നെയാണ്. ആ ഒരു ആശയത്തിന് വിരുദ്ധമായ ശിർക്കിൻ്റെ മുഴുവൻ അനക്കങ്ങൾക്കുമെതിരെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ സംഘടിതമായ മുഴുവൻ സന്നാഹങ്ങളും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ശിർക്കിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്നതിനുള്ള നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ള ഒരു വിഷയമാണ്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു നിയമസഭാ സാമാജികൻ ബഹുമാന്യനായ മുഹമ്മദ് മദനിയോടൊരിക്കൽ പറഞ്ഞ ഒരു വാചകം, മദനി, നിങ്ങളുടെ ഈ പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ തൗഹീദും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും അപകടങ്ങൾ ഈ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ഈ ദഅവാ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ബിംബങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ തടഞ്ഞു നിർത്തുന്നത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനമാണ് എന്ന് മുജാഹിദല്ലാത്ത, മുജാഹിദ് പ്രസ്ഥാനത്തിൽ അംഗത്വമില്ലാത്ത ഈ പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ നന്മകളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ നാട്ടിലുള്ള പൊതുപ്രവർത്തകർ പോലും പറഞ്ഞതിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാരഥികളും നേതാക്കന്മാരും സാക്ഷികളാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ ശിർക്കിനെതിരെ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നത് ഏതൊരു മുജാഹിദുകാരനും വ്യക്തമായി ബോധ്യമുള്ള ഒന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി ചോദിക്കുന്നു, അയ്യു ദംബി അഅ്ലം, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ ഏതാണ്? ഏതാണ് ഏറ്റവും ഗുരുതരമായ തിന്മ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ സൃഷ്ടിച്ചത് റബ്ബാണെന്നിരിക്കെ ആ റബ്ബിനെ നീ സൃഷ്ടികളെ സമന്മാരാക്കുക എന്നതാണ്, അല്ലാഹുവിന് തുല്യരായ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ശിർക്ക് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. ആ ശിർക്ക് ഏറ്റവും ഗൗരവപ്പെട്ട ഗുരുതരമായ അതിക്രമമാണ്. ആ ശിർക്കിൽ നിന്ന് ഈ ഉമ്മത്തിനെ വിമോചിപ്പിക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപിത ദൗത്യം. ആ ദൗത്യം കേരളത്തിൽ ജീവിക്കുന്ന സമസ്ത എന്ന ആശയ മേൽവിലാസത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ മാത്രം തിരിച്ചുവിടാനുള്ള ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിക്കൽ പ്രോസസ് അല്ല.
മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമായി ഏതൊരാൾ വിദണ്ഡമായ വാദങ്ങളുമായി കടന്നു വന്നാലും അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യുക എന്നത്, അവർ പറഞ്ഞു വരുന്ന വാദങ്ങളിൽ അപകടങ്ങളോ അബദ്ധങ്ങളോ സ്ഖലിതങ്ങളോ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൗത്യമാണ്. ഇവിടെ സുന്നികൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൈകാര്യം ചെയ്യുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയത്തിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി വിവിധങ്ങളായ അത്തരം അതിവാദങ്ങളും വ്യതിയാന ചിന്തകളുമായി ആര് കടന്നു വന്നാലും തീർച്ചയായും അതിനെ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ദൗത്യമാണ്. പലപ്പോഴും മുജാഹിദ് പ്രവർത്തകർ ഇത്തരം ഒരു പ്രോഗ്രാമുമായി കടന്നു വരുമ്പോൾ നിഷ്പക്ഷരായ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ എതിർക്കുന്നത്? ഒരു കാലത്ത് ഒരേ വേദിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരല്ലേ, ഒരുമിച്ച് പോസ്റ്റർ ഒട്ടിച്ചവരല്ലേ, ഒരേ യോഗങ്ങളിൽ പങ്കെടുത്തവരല്ലേ, ഒരേ സമ്മേളനങ്ങളിൽ പങ്കെടുത്തവരല്ലേ, നമ്മുടെ നാട്ടിൽ യാഥാസ്ഥിക വിഭാഗത്തിനെതിരെയുള്ള പ്രോഗ്രാമുകൾ ഒരുമിച്ച് സംഘടിപ്പിച്ചവരല്ലേ, അവർക്കെതിരെ ഇപ്പോൾ വേദി കെട്ടുന്നത്, അവർക്കെതിരെ ശബ്ദിക്കുന്നത് അത് ശരിയല്ലല്ലോ. എന്തിനാണ് ഇത്തരം വാശി, എന്തിനാണ് നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് ചോദിക്കുന്ന പല നിഷ്കളങ്കരായ ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് വ്യക്തികളോടല്ല കൂറ്, ഏതെങ്കിലും സ്നേഹബന്ധങ്ങളോ സെന്റിമെന്റ്സോ അല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. നമുക്ക് കൂറ് ഈ ആദർശത്തോടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശത്തോടാണ്. ഇസ്ലാഹി ആദർശത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു വാദവുമായി ഒരാൾ കടന്നു വന്നാൽ തീർച്ചയായും അതിനെ ശക്തമായി അഡ്രസ് ചെയ്യുക എന്നത് മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാതെ പോയാൽ, ആ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരു മൗനം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഇരുട്ടിലൂടെ ശിർക്കിന്റെ ആശയങ്ങളും ചിന്തകളും ചിതലരിച്ച് കടന്നു വരുമെന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ നവംബർ 10 കോഴിക്കോട് വെച്ച് വിസ്റ്റം എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു പകൽ മുഴുവൻ അവർ നടത്തിയ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം നേരിട്ടോ അതിന്റെ ലൈവോ പിന്നീടുള്ള റെക്കോർഡോ കണ്ടവർക്കറിയാം. ആ പ്രോഗ്രാമിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ അവർ ഉയർത്തിവിട്ട ആരോപണം, മുജാഹിദ് പ്രസ്ഥാനത്തെ ശത്രുപക്ഷത്ത് നിർത്തി അവർ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ഇവരോട് ചെയ്ത അബദ്ധം, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ഇവരോട് ചെയ്ത അന്യായം. 2012 ഫെബ്രുവരി 6 കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബോധകന്മാർക്കിടയിൽ നിലനിന്ന മതപരമായ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിരന്തരമായ ചർച്ചകളിലൂടെ, ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളിൽ മതപരമായ ഒരു തീരുമാനം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൃത്യമായി വിശദീകരിച്ചു. ആ വിശദീകരണത്തിന്റെ ഭാഗമായി മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി ഒരു സർക്കുലർ ഇറക്കി. എന്താണ് ആ സർക്കുലറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽ പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. ഈ ഒരു വാദം പറഞ്ഞു എന്നതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു ആശയപരമായ നിലപാട് പണ്ഡിതോചിതമായ നിരന്തരമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഞാൻ എണ്ണി നോക്കിയത് അനുസരിച്ച് പറഞ്ഞാൽ 15ലധികം തവണ കേരള നദ്വത്തുൽ മുജാഹിദീൻ ശിർക്കിലായി എന്നാണ് വിസ്റ്റം പ്രവർത്തകർ, അതിന്റെ നേതാക്കന്മാർ കോഴിക്കോട്ടെ ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ മാത്രം പറഞ്ഞത്. അവരാണ് ഈ നാട്ടിലുള്ള സാധാരണക്കാർക്കിടയിൽ പൂങ്കണ്ണീരും മുതലക്കണ്ണീരുമായി വരുന്നത്. KNMകാർ ഞങ്ങളെ ശിർക്കിലാക്കി, KNMകാർ ഞങ്ങളെ ശിർക്കാരോപിക്കുന്നു, ഞങ്ങൾ മുശ്രിക്കാണെന്ന് KNMകാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തകരെ ഒരുമിച്ച് നിർത്തിയ ഒരു പ്രോഗ്രാമിൽ ബഹുമാന്യനായ
കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ വേദിയിലിരിക്കെ, ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി വേദിയിലിരിക്കെ, ബഹുമാന്യരായ വിസ്റ്റം വിഭാഗത്തിന്റെ പല പണ്ഡിതന്മാരും വേദിയിലിരിക്കെ, അവരുടെ ഒന്നിലധികം പ്രഭാഷകർ, അവരുടെ ഒന്നിലധികം ദായിമാർ യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്തമില്ലാതെ അവരുടെ അണികൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ അണികളെ രസിപ്പിക്കുന്നതിന് വേണ്ടി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വാദം എന്താണെന്നോ? KNM ഷിർക്കിലാണ് എന്നാണ്. KNM ഷിർക്കിലാണ് എന്നാണ്. താജുദ്ദീൻ സലാഹി അദ്ദേഹത്തിന്റെ പലപ്പോഴായുള്ള ഇടപെടലുകളിൽ അന്നത്തെ പ്രോഗ്രാമിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇവർ ഞങ്ങളെ ശിർക്കാരോപിക്കുന്നതല്ല ഞങ്ങളുടെ സങ്കടം, ഇവർ ഞങ്ങളെ മുശ്രിക്കാക്കി എന്നതല്ല ഞങ്ങളുടെ സങ്കടം, KNMകാർ ശിർക്കിലായി എന്നതാണ് ഞങ്ങളുടെ സങ്കടം എന്നുപോലും പറയുന്ന വലിയ ഒരു പ്രഹസനത്തിന് നവംബർ 10 വിസ്റ്റം വേദി സാക്ഷിയായിട്ടുണ്ട് എന്ന് വളരെ വിഷമത്തോടുകൂടി ഞങ്ങൾക്ക് പറയേണ്ടി വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞ നിലപാട് ഗണ്യതമായി വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പൂർവസൂരികളായ സലഫി പണ്ഡിതന്മാർ ലോകത്ത് പറഞ്ഞു വെച്ച വാദങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചത്. ആ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ KNM ഷിർക്കിലായി എന്ന് പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു പ്രഹസനമാണ് ബഹുമാന്യരായ വിസ്റ്റം സഹോദരന്മാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സഹോദരന്മാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, ആ സഹോദരന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അഭിവാദങ്ങൾ, അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യുക എന്നത് മുജാഹിദ് പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ സെന്റിമെന്റ്സോ പഴയകാല ബന്ധങ്ങളോ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് കൊണ്ടോ യാതൊരു ഉപകാരവുമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. പ്രമാണത്തിനാണ് മുൻതൂക്കം നൽകുക. ആരെങ്കിലും അഭിവാദങ്ങൾ പറഞ്ഞാൽ അതിനെ എതിർക്കുക എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നയമാണ്. എന്റെ കയ്യിലുള്ളത് വാദപ്രതിവാദങ്ങളിലൂടെ എന്ന പേരിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പബ്ലിഷിംഗ് വിങ് പുറത്തിറക്കിയ AP അബ്ദുൽ ഖാദർ മൗലവിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ ആ ലേഖന സമാഹാരമാണ്. ഈ അഭിമുഖത്തിൽ 1969 ചേകന്നൂരുമായി AP അബ്ദുൽ ഖാദർ മൗലവി നടത്തിയ ഒരു വാദപ്രതിവാദത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്നുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവി അന്ന് ആ ഒരു വാദപ്രതിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ചേകന്നൂരും താങ്കളും സുന്നികൾക്കെതിരെ ഒരേ അവസരത്തിൽ വാദപ്രതിവാദം നടത്തിയ വ്യക്തികളായിരുന്നുവല്ലോ, പിന്നീട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വാദപ്രതിവാദം നടത്തേണ്ടി വന്നു. അതൊരു പുതിയ അനുഭവമാണ്. ആ നിലക്ക് ഇതര സംവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ എന്തിനധികം എടവണ്ണ ജാമിഅ നദവിയയിൽ അധ്യാപകനായിരുന്ന ഒരു കാലഘട്ടം ചേകന്നൂർ മൗലവിക്കുണ്ടായിരുന്നു. ആ ചേകന്നൂർ മൗലവിയുമായി AP അബ്ദുൽ ഖാദർ മൗലവി വണ്ടൂരിൽ, മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ വെച്ച് നടത്തിയ പ്രസിദ്ധമായ ആ വാദപ്രതിവാദത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ചോദ്യം. അതിന് അദ്ദേഹം നൽകിയ ഉത്തരം ഒരിക്കലും മറക്കാൻ കഴിയാത്തതും ഒരു സംവാദത്തിലും അനുഭവിച്ചിട്ടില്ലാത്തതുമായ പരിഹാസമാണ് എനിക്ക് അവിടെ നിന്നുണ്ടായത്. ആ മുജാഹിദ് പ്രവർത്തകരായിരുന്ന, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവികളായിരുന്ന ആളുകൾ പങ്കെടുത്ത സാക്ഷികളായ ഒരു സദസ്സിൽ നിന്ന്, ഒരു പ്രോഗ്രാമിൽ നിന്ന് AP അബ്ദുൽ ഖാദർ മൗലവി ചേകന്നൂരിനെ എതിർത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ ദിവസം AP അബ്ദുൽ ഖാദർ മൗലവി പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുമ്പോൾ APയേക്കാൾ പ്രാധാന്യപൂർവ്വം നാട്ടിലെത്തേണ്ട ഒരു വ്യക്തിയെ പരിഗണിച്ച് AP അബ്ദുൽ ഖാദർ മൗലവി വാഹനത്തിൽ അദ്ദേഹത്തിന്റെ സീറ്റ് വിട്ടുകൊടുക്കുകയും വണ്ടൂരിലെ ഒരു പള്ളിയിൽ അന്നത്തെ രാത്രി താമസിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അന്നത്തെ ആ ദിവസം AP അബ്ദുൽ ഖാദർ മൗലവി പള്ളിയിൽ രാത്രി താമസിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ചേകന്നൂർ മുഹമ്മദ് മൗലവി എന്ന യഥാർത്ഥ ഇസ്ലാമിക പണ്ഡിതനുമായി അനാവശ്യമായി ഏറ്റുമുട്ടുന്ന ഒരു ഖുറാഫി എന്ന രീതിയിലാണ് അവരെന്നോട് പെരുമാറിയത്. അവരുടെ കുത്തുവാക്കും പരിഹാസവും കേട്ട് ഞാൻ എങ്ങനെയോ ഉറക്കം അഭിനയിച്ച് നേരം വെളുപ്പിച്ചു. ഇത്തരം ഒരു അനുഭവം സുന്നികളുമായി നടന്ന ഒരു വാദപ്രതിവാദത്തിലും എനിക്കുണ്ടായിരുന്നില്ല എന്നാണ്. AP അബ്ദുൽ ഖാദർ മൗലവി ചേകന്നൂർ മൗലവി കൊണ്ടുവന്ന അതിവാദങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി
വണ്ടൂരിലെ വാദപ്രതിവാദത്തിന് കടന്നു വന്നപ്പോൾ മുജാഹിദ് അനുഭാവികൾ, മുജാഹിദ് പ്രവർത്തകരെന്ന് പറയാവുന്ന ആളുകൾ അദ്ദേഹത്തോടെ കൈകാര്യം ചെയ്ത ഒരു രീതി, ഒരു രാത്രി ഉറങ്ങാതെ തള്ളി നീക്കേണ്ടി വന്ന ഉദ്വേദനകൾ, അതിന്റെ നൊമ്പരങ്ങൾ അദ്ദേഹം അയവിറക്കുന്നത് കാണുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ രീതിയിൽ അവർ പരിഹസിക്കാൻ കാരണമെന്താണ്? താങ്കളോട് വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ മറുപടി, അവർ നേരത്തെ ചേകന്നൂർ മൗലവിയുടെ വാദത്തിൽ ആകൃഷ്ടരായവരായിരുന്നു. മുജാഹിദുകൾ അദ്ദേഹത്തിന് മറുപടി പറയാതെ അവഗണിക്കുകയായിരുന്നു അതുവരെ ചെയ്തത്. അദ്ദേഹത്തെ ഗണ്ണിക്കാൻ പരിപാടി സംഘടിപ്പിച്ചിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള നമ്മുടെ വാദം ജനങ്ങൾക്കറിയുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ചേകന്നൂർ അബുൽ ഹസൻ മൗലവിക്ക് വേണ്ടി അനുകൂലികൾ ഉണ്ടായത്? അദ്ദേഹത്തെ എതിർക്കുന്നത് ഒരു അപരാധമായി കാണാൻ എന്തായിരുന്നു സാധാരണക്കാരെ പ്രചോദിപ്പിച്ചത്? എ പി അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ആളുകൾ ചേകന്നൂരിന്റെ വാദങ്ങളോട് മൗനം പാലിച്ചതുകൊണ്ട്, ആദ്യഘട്ടത്തിൽ പരസ്യമായ വിമർശനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ചേകന്നൂരിന്റെ വാദങ്ങൾക്ക് വേരോട്ടമുണ്ടായി. ആ വേരോട്ടമുണ്ടായതിനു ശേഷം, ചേകന്നൂരിന് ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടായതിനു ശേഷം, ചേകന്നൂർ പറഞ്ഞതുകൊണ്ട് ആളുകൾ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായതുകൊണ്ട് പിന്നീട് അതിനെ സംഘടന എതിർത്തപ്പോൾ, പിന്നീട് അതിനെ മുജാഹിദ് പണ്ഡിതന്മാർ എതിർത്തപ്പോൾ അതിനെ ദഹിക്കാൻ സാധാരണ മുജാഹിദ് പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു ഖുറാഫിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു അദബുമില്ലാതെ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ കൈകാര്യം ചെയ്തു എന്നാണ് ഇന്നലകളുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. ഞാനിത് വിശദീകരിക്കാനുള്ള കാരണം, ബഹുമാന്യനായ അബ്ദുള്ള കോയ മദനി മുതൽ താഴോട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോടും പ്രബോധകന്മാരോടും ഇന്ന് വിസ്റ്റം ചേരിയിലുള്ള അവരുടെ സാധാരണക്കാരായ ആളുകളുടെ വികാരം, അവർക്കുള്ള വെറുപ്പ്, അവർക്കുള്ള വിരോധം ഏറെക്കുറെ ചേകന്നൂരിന്റെ കാര്യത്തിൽ, ചേകന്നൂരിന്റെ വാദത്തിൽ ആകൃഷ്ടരായിരുന്ന ആളുകൾക്കുള്ള അതുപോലെയുള്ള ഒരു സമീപനമാണ് എന്ന് പറയാതെ വയ്യ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൂടെയുണ്ടായിരുന്നവർ അതിവാദം പറഞ്ഞപ്പോൾ അതിനെ എതിർത്തതിന്റെ പേരിൽ അധിക്ഷേപങ്ങൾ നേരിട്ടത് ഈ 2012 കാലത്ത് മാത്രമല്ല, 2002 കാലത്ത് മാത്രമല്ല, ഈ 2024 മാത്രമല്ല. ഇന്നലകളിലെ ഇസ്ലാഹി ചരിത്രത്തിന്റെ തേരോട്ട പാതകൾ പരിശോധിക്കുമ്പോൾ ഒന്നിലധികം സംഭവങ്ങൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിസ്റ്റം വിഭാഗം ഇവിടെ ഉയർത്തിവിടുന്ന വാദത്തിന്റെ അതിന്റെ അപകടം, അതിന്റെ അബദ്ധം കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് മുജാഹിദ് പ്രവർത്തകരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ കാര്യം, പല ആളുകളും പറയാറുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദത്തെ വിസ്റ്റം വിഭാഗം എതിർക്കുന്നുണ്ടെങ്കിലും അവരിത് ശിർക്കല്ല എന്ന് പറഞ്ഞാലും ഇത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ് എന്ന് പറയുന്നുണ്ടല്ലോ. KNM ആണെങ്കിലും വിസ്റ്റമാണെങ്കിലും ജിന്നിനെ വിളിക്കരുത് എന്നല്ലേ പറയുന്നത്? ഇവിടെ ആരും ജിന്നിനെ വിളിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ നിങ്ങളിങ്ങനെ പരസ്പരം സ്വരച്ചേർച്ചകളുമായി കടന്നു വരുന്നത്? നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രയാസമാണെങ്കിൽ രണ്ടായി നിങ്ങൾ പ്രവർത്തിക്കൂ. എന്തിനാണ് നിങ്ങൾ തെരുവിലും ഓൺലൈനിലും അല്ലാത്ത ഇടങ്ങളിലും ഈ ഒരു ആദർശത്തിന്റെ വിഷയത്തിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത്? രണ്ട് വിഭാഗം രണ്ട് വാദങ്ങളായി പോയിക്കോട്ടെ. എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തിൽ പരസ്പരം നിങ്ങൾ എതിർപ്പുകളും പ്രതിവാദങ്ങളും നടത്തുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള സംസാരങ്ങളിൽ കേട്ടതുപോലെ വിശുദ്ധ ഖുർആനിനോടും സഹീഹായ ഹദീസിനോടുമാണ് നമ്മുടെ പ്രതിബദ്ധത. കിതാബിലും സുന്നത്തിലും പറഞ്ഞ ഒരു ആശയത്തിന് വിരുദ്ധമായി ആരെങ്കിലും ഒരു വാദം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നത് നമ്മുടെ സമീപനമല്ല. അവിടെ അതിവാദങ്ങളും ദുർന്യായങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കടന്നു വന്നാൽ അത് അബദ്ധമാണെന്നും അത് അപകടമാണെന്നും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആനിന്റെ പരശതം ആയത്തുകൾ പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ ഇന്ന് വിസ്റ്റം വിഭാഗവും KNM തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായ ചോദ്യം അത് ശിർക്കാണ് എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. എന്നാൽ വിസ്റ്റം വിഭാഗത്തിന്റെ നിലപാട്
അവർ വാമൊഴിയായി വരമൊഴിയായി എഴുതി വെച്ചവരുടെ വാദം നോക്കുക. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു എന്നാണ് ഈ ഒരു വാദത്തിന് സമാനമായി ഒരാൾ പറയുന്നത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. മരണപ്പെട്ടു പോയ മൊയ്തീൻ ഷെയ്ഖിനോട് ഒരു വ്യക്തി സഹായം ചോദിച്ചാൽ അതിൽ ശിർക്കാകുന്നതും വസീലത്ത് ശിർക്കാകുന്നതുമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ആ വാദത്തിൽ എന്തെല്ലാം അബദ്ധങ്ങളുണ്ടോ, ആ വാദത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ടോ, അതേ പോരായ്മകളാണ് മനുഷ്യനെ സംബന്ധിച്ച് ഗൈബിയായ, മനുഷ്യനെ സംബന്ധിച്ച് ഗായിബായ, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായ ചോദ്യത്തിന്റെ വിധിക്കുള്ളത്. അത് ശിർക്കായ ഒരു കാര്യം, അള്ളാഹു ശിർക്കെന്ന് അറിയിച്ച ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി ശിർക്കെന്ന് പഠിപ്പിച്ച ഒരു കാര്യം, അത് ശിർക്കല്ല എന്നൊരാൾ പറഞ്ഞാൽ അത് അബദ്ധമാണ്. അത് അള്ളാഹു അവിടുത്തെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ഈ തൗഹീദീയ ആദർശത്തിന് വിള്ളലുണ്ടാക്കുന്ന നിലപാടാണ് എന്നതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവവും ഈ ഉമ്മത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നത് മുജാഹിദ് പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ആവർത്തിക്കുന്നു, മരണപ്പെട്ടു പോയ മൊയ്തീൻ ഷെയ്ഖിനോട് വിളിച്ച് സഹായം ചോദിച്ചാൽ അതിൽ ശിർക്കാകുന്നതും ആകാത്തതുമുണ്ട് എന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ പറയുമോ? പറയില്ല. അങ്ങനെ ഒരു മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞാൽ അതിൽ എന്തെല്ലാം അബദ്ധമുണ്ടോ അതുപോലെ അബദ്ധമുള്ള നിലപാടാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായ ചോദ്യത്തിന്റെ വിധി. അതിനെ സംബന്ധിച്ച് ശിർക്ക് എന്ന് ഖുർആൻ പറഞ്ഞ നിലപാട്, ശിർക്ക് എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച നിലപാട്, ശിർക്ക് എന്ന് പൂർവകാല മുജാഹിദ് പണ്ഡിതന്മാർ വാമൊഴിയായി വരമൊഴിയായി ഈ ഉമ്മത്തിൽ കൃത്യമായി പഠിപ്പിച്ച നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് മുജാഹിദ് പ്രവർത്തകർക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. പല ആളുകളും പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഈ വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യണോ? ഇവിടെ CM മടവൂര് പടച്ചവനാണെന്ന് പറയുമ്പോൾ കാന്തപുരം അറിയാതെ ഇവിടെ ഒന്നും അനങ്ങുകയില്ല എന്ന് പറയുന്ന വിദണ്ഡ വാദങ്ങൾ വരുമ്പോൾ പച്ചയായ ഒരു ശിർക്കുണ്ട് എന്നിരിക്കെ, വ്യക്തമായ ശിർക്കുണ്ട് എന്നിരിക്കെ എന്തിനാണ് ഈ വസീലത്ത് ശിർക്കിന്റെ പിന്നാലെ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള ഉത്തരം 1944 പുറത്തിറങ്ങിയ അത്തൗഹീദ് എന്ന ഈ പുസ്തകത്തിലുണ്ട്. ബഹുമാന്യനായ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില വാചകങ്ങളുണ്ട്. ചുരുക്കത്തിൽ ശിർക്കിനെ നമുക്ക് തടിച്ച രൂപമുള്ളതെന്നും നേരിയ രൂപമുള്ളതെന്നും അഥവാ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും പൊതുവെ രണ്ടായി തരംതിരിക്കാം. അള്ളാഹുവിനുള്ള ശക്തികളെ മറ്റു വസ്തുക്കളിൽ ആരോപിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുവാനും അവയെ ആരാധിക്കുവാനും തുടങ്ങുന്ന ഒരുവന്റെ ശിർക്ക് എല്ലാവർക്കും എളുപ്പം കണ്ടറിയാൻ തക്കവിധം തടിച്ച രൂപമുള്ളതാണ്. ശകുനം, ജ്യോത്സ്യം മുതലായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ശിർക്ക് അപ്രകാരമുള്ളതല്ല. അത് ക്രമേണ സ്ഥൂലമായ ശിർക്കിന് ഇടയാക്കുന്ന നേരിയ രൂപത്തിലുള്ളതാകുന്നു. ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഈ സൂക്ഷ്മമായ ശിർക്കിനെയാണ് നാം കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നത്. എന്തെന്നാൽ തടിച്ച ശിർക്ക് ശിർക്കാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ എളുപ്പമാണ്. നേരിയ ശിർക്കാവട്ടെ ശിർക്കാണെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പ്രയാസമുള്ളതും പ്രായേണ ബുദ്ധിശാലികൾ എന്നറിയപ്പെടുന്നവരിൽ പലരും എളുപ്പത്തിൽ ചെന്നുചാടി പോകുന്നതുമായ ഒന്നാകുന്നു എന്ന്. അഥവാ സുന്നികളിലെ ഖുറാഫത്ത് വലിച്ചെറിഞ്ഞ് മുജാഹിദ് പ്രവർത്തകരായ ആളുകൾക്ക് ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിന്റെ വിധിയിലെ ശിർക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഇവിടെയുള്ള പ്രകടമായ വലിയ ശിർക്ക് മനസ്സിലാക്കിയ ഞങ്ങൾക്ക്, അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ശിർക്കിനെ മനസ്സിലാകാതെ പോകുമോ എന്ന് ചോദിക്കുന്ന ആളുകളോട്, അത്തരം വാദങ്ങൾ ഉയർത്തിവിടുന്ന ആളുകളോട് ബഹുമാന്യനായ അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ വാചകം, ഇവിടെയുള്ള പച്ചയായ പ്രകടമായ ശിർക്ക്, ആ ശിർക്ക് ഈ ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ ഈ നിലക്കുള്ളതല്ല എന്ന് തോന്നുന്ന നേരിയ രൂപത്തിലുള്ള ആ സൂക്ഷ്മമായ ശിർക്ക്, ആ ശിർക്കിനെ സംബന്ധിച്ച് അത് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമാണ് എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച്
പൂർവീകരായ മുജാഹിദ് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം കൃത്യമായി ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തണമെന്നാണ് പൂർവകാല മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതും. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ, ഗണ്യതമായ, പ്രാമാണികമായ, ആധികാരികമായ നിലപാടുകൾ വ്യക്തമാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മൂന്നാമതായ ഒരു കാര്യം, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വേദിയും പ്രോഗ്രാമും നിങ്ങൾ നിരീക്ഷിക്കുക. ഇവിടെയുള്ള വിസ്ഡം വിഭാഗത്തിന്റെ പ്രോഗ്രാമും അവരുടെ പ്രതികരണങ്ങളും നിങ്ങൾ നിരീക്ഷിക്കുക. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന വാദത്തെ മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തടക്കം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലും പ്രാർത്ഥനയെ സംബന്ധിച്ച് പൂർവീകരായ മുജാഹിദ് പണ്ഡിതന്മാർ വക്കം മൗലവിയെ പോലെ, KM മൗലവിയെ പോലെ, ഉമർ മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, കുഞ്ഞീദ് മദനിയെ പോലെയുള്ള പണ്ഡിതന്മാർ എന്താണ് അപേക്ഷ, എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥനയാകാത്ത അപേക്ഷ ഏതാണ്, സഹായ തേട്ടം ഏതൊക്കെ ഇനങ്ങളാണ് എന്ന് വ്യക്തമായി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച പൂർവീകരായ മുജാഹിദ് പണ്ഡിതന്മാർ പ്രാർത്ഥനയെ സംബന്ധിച്ച്, സഹായ ചോദ്യത്തെ സംബന്ധിച്ച് അവർ വിശദീകരിച്ച മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ നിലപാട് പറയുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിസ്ഡം വിഭാഗത്തിലുള്ള ആളുകൾ ഈ വിഷയത്തിൽ അവരോട് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ അവരോട് നിലപാട് ചോദിച്ചാൽ പലപ്പോഴും അവർ ഭൗതികമായ ചില വിഷയങ്ങളാണ് പറയാറുള്ളത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ഭൗതികമായ വിഷയങ്ങളാണ്, അധികാര തർക്കമാണ്, ഒരു വ്യക്തിയോടുള്ള ചില ആളുകളുടെ എതിർപ്പാട്, ഒരു അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ പ്രമാണമുദ്ധരിക്കാതെ 2012 പിളർപ്പ് കേവലം അധികാരത്തിന് വേണ്ടി നടന്ന ഒരു പിളർപ്പാണെന്നും അങ്ങനെയുള്ള ഒരു പിളർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാട് പറയാതിരിക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും വിസ്ഡം വിഭാഗം ചെയ്യാറുള്ളത്. പലപ്പോഴും അവർ ഈ വിഷയത്തിൽ പ്രമാണമുദ്ധരിക്കാറില്ല. നിങ്ങൾക്കിടയിൽ മതപരമായ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എന്ത് ചെയ്യണം? അല്ലാഹ് എന്ത് പറഞ്ഞു, റസൂലുള്ള എന്ത് പറഞ്ഞു, അതിലേക്ക് നിങ്ങൾ മടക്കണമെന്നാണ്. ആ നിലപാടാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കാറുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിന്നിനോടുള്ള സഹായ ചോദ്യം ശിർക്കല്ലാത്തത് എന്ന് പലപ്പോഴും വിസ്ഡം വിഭാഗത്തിലുള്ള ഒരാൾക്കും സാധിക്കുന്നില്ല. നവംബർ 10 പ്രോഗ്രാം നോക്കുക. ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ സംസാരിച്ചു, PN അബ്ദുൽ ലത്തീഫ് മദനി സംസാരിച്ചു, അബൂബക്കർ സലഫി സംസാരിച്ചു, വിവിധ അധികാര പദവികളിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ സംസാരിച്ചു. ഏകദേശം 8 മണിക്കൂർ അവരുടെ ഒരു പ്രോഗ്രാം നടന്നിട്ട് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്തതിന്റെ ഒരു ആയത്തോതാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ പിൻബലത്തിൽ ഒരു ആദർശം പറയാനുള്ള ഒരു തൗഫീഖ് പോലും അവർക്ക് ഇല്ലാതെ പോയതിന്റെ ഏറ്റവും വ്യക്തമായ അടയാളപ്പെടുത്തലായിരുന്നു. ആ പ്രോഗ്രാമിലും CP സലീമിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഇത് 2012 ഞങ്ങളെ പുറത്താക്കി മറ്റു ചില ആളുകളെ കൊണ്ടുവരാൻ, അധികാരം സുരക്ഷിതമാക്കാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഈ ആദർശ വിഷയത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും പല ആളുകൾ ആ നിലപാട് സ്വീകരിക്കാറുണ്ട്. പല ആളുകളും പറയാറുണ്ട്, എന്താണ് കേരളത്തിൽ മാത്രം പ്രശ്നം? കേരളത്തിന് പുറത്തൊന്നും സലഫികളില്ലേ? അവിടെയൊന്നും ഇത്തരം പ്രശ്നമില്ലല്ലോ. ഞാൻ വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്, ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അവിടെയൊന്നും ഈ പ്രശ്നമില്ലല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ വസ്തുതകൾ കൃത്യമായി പരിശോധിച്ചാൽ ഈ പ്രശ്നങ്ങൾ 2002 പ്രശ്നമാണെങ്കിലും 2012 പ്രശ്നമാണെങ്കിലും ഇന്ന് കേരളത്തിലെ മുജാഹിദുകൾ എന്ന മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇത് കേരളത്തിൽ മാത്രം കാണുന്ന പ്രശ്നമല്ല. 2002 2012 കേരള നദ്വത്തുൽ മുജാഹിദീനിൽ പിളർപ്പുണ്ടായെങ്കിൽ ഏറെക്കുറെ അതേ സന്ദർഭത്തിലാണ് കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന സലഫി സഹോദരന്മാരുടെ കൂട്ടായ്മയായ അഹ്ലെ ഹദീസിൽ വിള്ളലുകളും ഭിന്നിപ്പുകളും ഉണ്ടായത്. അത് കേരളത്തിലെ ഏതെങ്കിലും വ്യക്തികൾക്കിടയിൽ നിലനിന്ന അധികാര പ്രശ്നം കൊണ്ടല്ല.
കേരളത്തിന് പുറത്ത് അഹ്ലെ ഹദീസിൽ 2002 2012 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ UAE ദാറുൽ ബിർ, ദാറുൽ ഖൈർ എന്നിങ്ങനെയുള്ള കൂട്ടായ്മകൾ, ആ നിലയ്ക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് സമാനമായ കാലഘട്ടത്തിലാണ്. കുവൈത്തിലുള്ള സലഫി സഹോദരന്മാർക്കിടയിൽ ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സമാനമായ കാലഘട്ടത്തിൽ ഉടലെടുത്തത് ചരിത്രം സാക്ഷിയാണ്. ഇബ്നു ബാസിന്റെ ശിഷ്യനായിരുന്ന അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിനെ പോലെയുള്ള ആളുകൾ കുവൈത്തിലുള്ള സലഫി കൂട്ടായ്മകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ നിലപാടും അവിടെ സൃഷ്ടിച്ചിരുന്ന വിള്ളലുകൾ അത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല എന്നതിന് നമുക്കുള്ള തെളിവാണ്. ഇനി നിങ്ങൾ ഈജിപ്തിലോ സുഡാനിലോ ഉള്ള അവിടെയുള്ള സലഫി കൂട്ടായ്മകൾ പരിശോധിക്കുക. അൻസാറു സുന്നത്ത് മുഹമ്മദിയ എന്ന സംഘടന നോക്കുക. അൻസാറു സുന്നത്ത് ഈജിപ്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ അൽമനാർ എന്ന പേരിൽ ഒരു മാസിക പോലുമുണ്ട്. എന്നാൽ അൻസാറു സുന്ന എന്ന പേരിൽ പ്രവർത്തിക്കുന്ന അവർക്കിടയിലും 2002 കാലത്തും 2012 കാലത്തും ഈ കേരളത്തിലുള്ളതുപോലെയുള്ള വിള്ളലുകളും ഭിന്നിപ്പുകളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സൗദി അറേബ്യ നിങ്ങൾ നോക്കുക. സൗദി അറേബ്യയിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് ചില ആളുകൾ പറയാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ ഷെയ്ഖ് മുഹ്സിൻ അബ്ബാദിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, റിഫ്ഖൻ അഹ്ല സുന്ന ബി അഹ്ലി സുന്ന. എന്തിനാണത് രചിച്ചതെന്നോ, സൗദി അറേബ്യയിലുള്ള മതവിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും ഇടയിൽ കേരളത്തിലുള്ളതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളിൽ ഹദീസുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും റുഖിയ ശർഇയ്യ എന്ന വിഷയമാണെങ്കിലും ആ വിഷയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവിടെ ഉണ്ടായിത്തീർന്ന സ്വരച്ചേർച്ചകളിൽ പരസ്പരം നിങ്ങൾ മിതമായ ശൈലി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഷെയ്ഖ് മുഹ്സിൻ അബ്ബാദ് നടത്തിയ അദ്ദേഹത്തിന്റെ ആ നസീഹത്ത് പുസ്തകമായി ഇന്റർനെറ്റിൽ പോലും ലഭ്യമാണ്. ഞാനിത് സൂചിപ്പിക്കുവാനുള്ള കാരണം ഈ വിഷയം ഇസ്തിആനത്തുൽ ബിൽ ജിന്ന് എന്ന വിഷയം, ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രമാണബദ്ധമായിട്ടാണ്. കിതാബ് എന്ത് പറയുന്നു, സുന്നത്ത് എന്ത് പറയുന്നു, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പൂർവികരായ മുജാഹിദ് പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്ന വ്യക്തമായ ഒരു അന്വേഷണവും പഠനവുമാണ് നമ്മൾ നടത്തേണ്ടത്. അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് അവരുടെ കസേരക്കളിയാണ്, അവരുടെ അധികാരക്കളിയാണ്, ആ കോക്കസിന്റെ കളിയാണ് എന്ന് പറഞ്ഞ് വിഷയത്തിന്റെ ഗൗരവത്തെ നിസാരവൽക്കരിക്കുകയും തെളിവ് പറയാതെ, തെളിവുദ്ധരിക്കാതെ, ഒരു വാറോല പോലും ഉയർത്തി കാണിക്കാതെ ജിന്നിനോടുള്ള സഹായ ചോദ്യം ശിർക്കല്ലെന്ന് പറയുകയും അതിനെ എതിർക്കുന്ന മുജാഹിദ് പ്രവർത്തകർ അവർ ശിർക്കിലായി എന്ന ആ പ്രഹസനം തീർച്ചയായും ഉത്തരവാദപ്പെട്ടവർ അത് നിർത്തണം എന്നാണ് മുജാഹിദ് പ്രവർത്തകർക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അനുബന്ധ വിഷയങ്ങൾ മഗ്‌രിബിന് ശേഷം വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.